ഹായ് എല്ലാരും ഇന്നലെ വാവൊക്കെ ഊട്ടിയോ അതോ ഇന്നാണോ വാവൂട്ട്? എല്ലാരും പോയി ബലിയൊക്കെ ഇടേണ്ടവരൊക്കെ ബലിയൊക്കെ ഇട്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ ബലിയിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് പേര് വന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്, ചേച്ചി പിന്നെ ഈ കരിക്ക് എന്താണ് ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാവേ. ഇന്നലെ വാവൂട്ട് നടത്താൻ പറ്റാത്തവർക്ക് ഒരു കരിക്ക് വെട്ടി വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നല്ല ഒരു തൂശനില എടുത്ത് വൃത്തിയായി തുടച്ച് അതേലൊരു കരിക്ക് വെട്ടി എന്നുവെച്ചാൽ ടോപ്പ് വെട്ടി കളഞ്ഞിട്ട് ഹോൾ ഇട്ടിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും ആ കരിക്കിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് 3 പച്ചക്കർപ്പൂരം കൂടെ ഈ തൂശനില വെച്ച് നമ്മൾ വൃത്തിയും വെടുപ്പുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുറിയിൽ ഇത് ഒരു പീഠത്തേൽ വെച്ച് ഇത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ചേച്ചി എന്നിട്ട് അത് എന്താ ചെയ്യണ്ടേന്ന്. ഇന്നലെ ചെയ്തവരാണോ അതല്ലെങ്കിൽ ഇന്നാണോ ചെയ്യാനിരിക്കുന്നത്? ഇങ്ങനെ എപ്പോഴാണേലും ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് ബലിയിട്ടതിന് ശേഷമാണ് ഞങ്ങൾ വാവൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇതിങ്ങനെ നടത്തിയിട്ട് പിറ്റേ ദിവസം ഇത് കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ കരിക്കും വെള്ളം. പക്ഷേങ്കിൽ ഇത് രാത്രി മുഴുവൻ തുറന്നല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കത്തില്ല. ഇതൊന്നെങ്കിൽ രാവിലെ എടുത്ത് ഈ കരിക്കിൻ്റെ അകത്തെ വെള്ളം എടുത്ത് തുളസി ചൂട്ടിലൊഴിക്കും, അല്ലെങ്കിൽ തെങ്ങിൻ ചൂട്ടിലൊഴിക്കും. എന്ന് വെച്ചിട്ട് ഈ കരിക്കുണ്ടല്ലോ ഇങ്ങനെ വെട്ടിപ്പൊളന്ന് രണ്ടായിട്ട് മാറ്റിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കമത്തി വെക്കുക. അത് ഉണങ്ങി നമുക്ക് വേണമെങ്കിൽ കത്തിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്തവർക്ക് എടുത്ത് കളയുകയോ ചെയ്യാം. ഇത്രയും ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ 5 കറി ഇഞ്ചി പച്ചടി കൂട്ടി ഒന്നും ബാവൂട്ട് വെക്കണ്ടാന്നേ. ഉള്ളവരുള്ള രീതിയിൽ ചെയ്യും, ഇല്ലാത്തവര് നമ്മൾ ഇങ്ങനെ മാത്രം നമ്മൾ സന്തോഷമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സന്തോഷിച്ച് കൊടുക്കുന്നതിൻ്റെ അകത്ത് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലാതെ മുഖം വീർപ്പിച്ച് നമ്മൾ ചിലരൊരു പഴഞ്ചൊല്ല് പറയത്തില്ലേ, കറുത്ത മുഞ്ഞിയും വെളുത്ത ചോറും കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നില്ലെന്ന്. അങ്ങനത്തെ തന്നെ ഒരു അവസ്ഥയാണ്. നമ്മൾ സന്തോഷമായിട്ട് ഈ വാവുബലി ഇടുന്നവരും അല്ലെ വാവൂട്ട് നടത്തുന്നവരും ഒരു കരിക്ക് വെട്ടിവെച്ചാൽ അത് ഏറ്റവും തൃപ്തികരമാണ് കേട്ടോ. അല്ലാതെ ഇറച്ചിയും മീനും മുട്ടയും പാലും ഒന്നും വെക്കണ്ട. ഈ പട്ടന്മാരും നമ്പൂതിരി ഒന്നും ഉണ്ടല്ലോ, ഇതൊന്നും അല്ല വെക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവരും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മാത്രം ചെയ്യുക കേട്ടോ. ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടതിലും ഒരുപാട് പേരുടെ കമന്റ് വന്നിട്ടുണ്ട്. അടുത്ത ദിവസം ഞാൻ ആ കമന്റിന് വന്ന് ലൈവിൽ വന്ന് മറുപടി തരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ലൈവിലൊന്നും വരാത്തത്, നിങ്ങളുടെ സംശയങ്ങൾക്ക് നേരിട്ട് മറുപടി തരാത്തതും ഇൻസ്റ്റയിലാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ മറുപടി തരാത്തത്. ഇതിനെല്ലാം കൂടെ ഞാൻ അടുത്ത ദിവസം തന്നെ ഇൻസ്റ്റയിൽ എനിക്ക് വന്ന കോള് തിരിച്ചു വിളിക്കുകയും അതിനുള്ള മറുപടി തരികയും ചെയ്യും. പിന്നെ ലൈവിൽ വന്ന് നമുക്ക് ഒരു പോണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ തരുന്നതാണ്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ചേട്ടായിയുടെ ഫോൺ നമ്പറും നിങ്ങൾക്ക് ഞാൻ തരാം കേട്ടോ. പിന്നെ ഇന്നലെ ഇട്ട് ഒരു 7 നാളുകാർക്ക് സമയദോഷമാണ്, ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ 7 നാളുകാരെന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ നാളുള്ളവർ ഇഷ്ടം പോലെയുണ്ട്. എല്ലാവർക്കും അല്ല, അതിലൊരാൾ ചിലപ്പം നമ്മളായിരിക്കും, അടുത്ത ആൾ ചിലപ്പം തിരുവനന്തപുരത്തുള്ളവരായിരിക്കും, അതിൻ്റെ അടുത്ത ആൾ ചിലപ്പം കോഴിക്കോടായിരിക്കും. നമ്മൾ ജനിച്ച സമയവും അതിൻ്റെ ദോഷങ്ങളുമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് തരം തിരിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പം നോക്കുമ്പോൾ ഓൾറെഡി മൊത്തത്തിൽ എത്ര നാള് അതാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 7 നാളുകാർ ഒന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, 5 നാളുകാർക്ക് ഭയങ്കരമായൊരു ഭാഗ്യം വരാൻ പോണു. അവർ ചിലപ്പം വണ്ടി മേടിക്കാനായിട്ടുള്ള സാധ്യത ഒരുപാട് കാണുന്നുണ്ട്. മുടങ്ങിക്കിടക്കുന്ന വസ്തു വിൽപ്പന ചിലപ്പം നടക്കും. പിന്നെ കല്യാണം മുട്ടിയെന്ന് പറഞ്ഞു വന്നിട്ട് ചിലപ്പം നടക്കാത്തവരായിരിക്കും, അല്ലെ കടം കൊടുത്തിട്ടുള്ള കാശ് കിട്ടാത്തവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വസ്തു വിൽപ്പനയിൽ പ്രശ്നവും തർക്കവുമായിട്ട് നിൽക്കുന്നവർ, അല്ലെ കുടുംബത്താലോഹ്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കും. എല്ലാത്തിനും ഒരു പ്രശ്ന പരിഹാരമാണ് ഈ 5 നാളുകാർക്കെന്ന് പറഞ്ഞാൽ ശുക്രദശയാണ്. അതായത് ഭാഗ്യം ഇതേ നമ്മളിങ്ങോട്ട് ഇങ്ങനെ ചെന്ന് ഇങ്ങനത്തെ എടുത്താൽ മതി, അതേ രീതിയിലുള്ള ഭാഗ്യം വരുന്ന 5 നാളുകാരുണ്ട്. ആ 5 നാളുകാരുടെ കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സർവശക്തനായ ദൈവം ഉണ്ടല്ലോ, നേരിട്ട് അനുഗ്രഹിച്ച ആ നാളുകാർ ഇതാണ്: ചോതി, പുണർദം, ചതയം, ചിത്തിര, രേവതി. ഈ നാളുകാരെയാണ് ദൈവം ഈ കർക്കിടക മാസത്തിൽ തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച നാളുകാരാണ്. ഈ നാളുകാരാരെങ്കിലും ഈ നാളിൽ ഏതെങ്കിലും ഒരു നാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ കുടുംബം മൊത്തത്തിൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഇവരെന്താഗ്രഹിച്ചു
ആഗ്രഹിച്ചത് നടത്തണം എന്ന് വിചാരിച്ചാൽ നടന്നിരിക്കും. അടുത്ത 28 ദിവസത്തിനുള്ളിലുണ്ടല്ലോ ഈ കാര്യങ്ങൾ, അവരാഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിരിക്കും. അവരത് എനിക്കിത് കിട്ടണം. ഇപ്പൊ ഈ ആൾക്കാർ വിചാരിക്കും എനിക്കൊരു വണ്ടി മേടിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ചുമ്മാ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആ വണ്ടി മേടിക്കാനായിട്ടുള്ളതുണ്ടല്ലോ സാഹചര്യങ്ങൾ ഒരുക്കണം. അതിനിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ആ സാമ്പത്തികം ഉണ്ടാകാനായിട്ടൊരു വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതുപോലെ നമ്മളിപ്പം വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുവാന്ന് കൂട്ടിക്കോ, നമ്മൾ പറയല്ലേ, ചിലപ്പം പറയല്ലേ, ഒരു തലമുടി നാരിനാ ഞാൻ രക്ഷപ്പെട്ടേന്ന്. ആ തലമുടി നാരിന് രക്ഷപ്പെടുന്ന ആളുകാരായി ഇത്. നമ്മളെ ഇപ്പൊ ഒരു കൊത്താനായിട്ടൊരു പാമ്പ് ഇങ്ങനെ ചീറിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അത് ആലോചിക്കും, അയ്യോ കൊത്തണോ അതോ വേണ്ടായോ എന്ന് ആലോചിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ പുറകോട്ട് മാറും. അത്രയ്ക്ക് നല്ല സമയമായി ഈ 5 നാളുകാർ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി. ഈ 5 നാളുകാരും ഉണ്ടല്ലോ, ഭഗവതി ക്ഷേത്രം എവിടെയുണ്ടെങ്കിലും അവിടെ പോയി ഭഗവതിക്ക് ഒരു ഉടയാടെ മേടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഭഗവതിക്ക് അണിയാൻ ഒരു മാല മേടിച്ചു കൊടുക്കുക. സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. വളരെ നല്ലതാണ്. അത് വെള്ളിയാഴ്ച തോറും, അതായത് 28 ദിവസത്തിൽ ഇടയ്ക്ക് വരുന്ന ഈ 28 ദിവസത്തിൻ്റെ ഉള്ളിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം വേണം നമ്മളിത് പോയി മസ്റ്റായിട്ടും ചെയ്യാനായിട്ട്. നിങ്ങളെ ഭാഗ്യം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് പുറംകാല് കൊണ്ട് തട്ടി മാറ്റി പോകാനായിട്ട് വരരുത് കേട്ടോ. അപ്പം ഈ നാളുകാർ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുമ്പിൽ ഇപ്പം ഭിക്ഷാടനത്തിന് ഒരാൾ വന്നു, അല്ലെങ്കിൽ ഒരു നേരത്തേന് മരുന്നിന് കാശില്ല എന്ന് പറഞ്ഞു വന്നു, എന്തുവായിക്കോട്ടെ, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാളൊരു ധർമ്മത്തിന് വന്നെന്ന് കൂട്ടിക്കും, അവരോട് നമ്മൾ ചോദിക്കണം, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണോന്ന്. അപ്പം നമ്മളിത് ചോദിക്കാതെ വന്ന് ഒരു 2 രൂപ തൊട്ട് എടുത്ത് കൊടുത്തുവിടരുത്. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് കുടിവെള്ളം, ചൂടുവെള്ളം കൊടുത്താൽ മാത്രം മതി. അവരുടെ മനസ്സ് തണുത്ത്, അല്ലെങ്കിൽ നല്ലത് വരട്ടെ, നല്ല മനുഷ്യരാണ് ദൈവമേ, അവർക്കെല്ലാം അനുഗ്രഹവും കൊടുക്കണമെന്ന് അവര് പോലും ചിന്തിച്ചാലുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ അപ്പം അവർക്ക് പണിയെടുത്ത് കഴിക്കാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ, പിന്നെ അവരെന്തിനാ നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നത്? ഈ പണിയെടുക്കാതെ കഷ്ടപ്പെടാതെ ജീവിക്കാനായിട്ടൊരു മാർഗമായിട്ട് കരുതിയേക്കുന്നതാണ് ഈ തെണ്ടലും കൊണ്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കും. ഒന്നുമല്ല, നമുക്ക് ചിലപ്പം പുറമേ നോക്കിക്കഴിയുമ്പോൾ അവർ നല്ല ആരോഗ്യമുള്ളവരാ, അവർക്ക് യാതൊരു അസുഖമോ കാര്യങ്ങളോ കാണത്തില്ല. പക്ഷേ അവരുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെ അസുഖമുണ്ട്, അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഭൂരിപക്ഷം ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവർ പണിയെടുത്ത് ജീവിക്കട്ടെ, ഓസി തിന്നാൻ വേണ്ടിയിട്ട് കൈ നീട്ടുന്ന. അതല്ലെങ്കിൽ ഈ കാശ് മേടിച്ചുകൊണ്ട് പോയി വൈകിട്ട് മദ്യപിച്ച് ഇമാർക്ക് ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ വിചാരിക്കും. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടേന്നേ, നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നതല്ലേ അവർ യാചിക്കുന്നതല്ലേ. അപ്പം നമ്മൾ അങ്ങ് കൊടുത്തേക്കണം. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ 10, 500, 1000 ഒന്നും കൊടുക്കണ്ടെന്നേ. നമ്മുടെ കയ്യിൽ ഒരു 2 രൂപ ഉള്ളെങ്കിൽ അത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ എന്തോരം നമ്മൾ ഭഗവാന്റെ അടുത്ത് കൊടുക്കുന്നു, നമ്മൾ ഓരോ വഴിപാടിന് കൊടുക്കുന്നുണ്ട് ഇല്ലേ. ദൈവത്തിന് കാശിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്കിപ്പം ഞാൻ ഈ പറഞ്ഞതുപോണക്ക് ഒരു ഉടയാടയോ അല്ലെങ്കിൽ ഒരു മാലയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പേരിലൊരു പുഷ്പാഞ്ജലിയോ കഴിച്ചാൽ മതി. അമ്പലത്തിലായാലും പള്ളിയിലായാലും അമ്പലത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കോ അല്ല പള്ളിയുടെ അറ്റകുറ്റപ്പണിക്കോ ഒക്കെ ഒരു പിരിവിന് വരുമ്പോൾ നമ്മൾ കൊടുത്ത് സഹായിക്കുക. അത് അങ്ങനെ മാത്രം ചെയ്താൽ മതി. നമ്മളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ പ്രായമായ കാരണന്മാരുണ്ടെങ്കിൽ അവരെ ഇവിടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. നമ്മളൊരു കൊച്ചുകുട്ടി എന്ന കണക്ക് അവരെ പരിചരിക്കുക. നമ്മളെ അതുപോലെയല്ലേ അവർ പരിചരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ നാളുകാർ മനസ്സിൽ വെക്കുക. അനാവശ്യ കാര്യങ്ങളിൽ ഒന്നും പോയി ഇടപെടരുത്. ഇപ്പം തൊട്ടടുത്ത് അല്ലെ നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറാൻ പോകണ്ടെന്ന് അവർ തന്നെ അത് തമ്മിൽ പറഞ്ഞു തീർത്തോളും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി ചെയ്തു വേണം മുമ്പോട്ട് പോകാനായിട്ട് കേട്ടോ. ഈ 28 ദിവസം ഇതിന് നിങ്ങൾ ഇപ്പം ഞാനിത് നല്ല സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നോയമ്പും കാര്യങ്ങളും ഒന്നും പിടിക്കാൻ നിൽക്കണ്ട. പിന്നെ ഇത് അമ്പലത്തിൽ പോകുന്നവരായാലും പള്ളിയിൽ പോകുന്നവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഇന്നത്തെ കാലത്ത് നാളെ നോക്കും രഹസ്യമായിട്ടെങ്കിലും എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഞാൻ ഈ അമ്പലത്തിലെ വഴിപാടിൻ്റെ കാര്യം പറഞ്ഞു കണക്ക് നിങ്ങളുടെ പള്ളിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ വഴിപാടുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളുക. പിന്നെ നമുക്കൊരു മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടിക്കോളും. പിന്നെ നമ്മൾ ആർക്കും ഉപകാരം ചെയ്തതിൽ ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ സംസാരമാണ്
ഏറ്റവും വലിയ ദോഷം നമുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും നിയന്ത്രണം ഏർപ്പെടുത്തണം കേട്ടോ. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ ചേട്ടായിയുടെ ഫോൺ നമ്പർ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ അതിലോട്ട് കോണ്ടാക്ട് ചെയ്ത് വിളിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും ആയിക്കോളും. അപ്പം ഈ 5 നാളുകാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. അപ്പം നിങ്ങളുടെ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ടാറ്റ ബൈ ബൈ. ഒക്കെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം.